ഇന്നത്തെ പണിയേ കുറച്ച് ചൈനീസ് കാബേജിന് തൈ നട്ടു കൊടുക്കലാണ്. തൈകൾ കുറച്ച് വലിയതാട്ടോ. നമ്മൾ കൊണ്ടുവച്ചിട്ട് കുറേ ദിവസമായി. നമ്മൾ നട്ട സമയത്ത് പോക്ക് തൈ നടാൻ വേണ്ടിയിട്ട്, ഇതിനൊപ്പം നട്ട ചൈനീസ് കാബേജ് നമ്മൾ പറിച്ചിട്ടൊന്നുമില്ല, പോക്ക് തൈ നടാൻ വേണ്ടിയിട്ട് കൊണ്ടുവച്ചതാണ്. ഇപ്പോൾ ട്രേ കിടന്ന തൈകളൊക്കെ വലുതായിട്ടുണ്ട്. അപ്പോൾ കാലാവസ്ഥ വലിയ മാറ്റമൊന്നും വന്നില്ല, ചെറുതായി തണുപ്പൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മളിതാ കോളിഫ്ലവറൊക്കെ നട്ട സ്ഥലം, ഇവിടെയൊക്കെ കോളിഫ്ലവർ പറിച്ചിട്ട് കുറച്ച് സ്ഥലം റെഡിയാക്കിയിട്ടാട്ടോ. മണ്ണൊക്കെ നമ്മുടെ ഏരിയ ഒക്കെ എടുത്ത് സെറ്റാക്കി കുഴികളൊക്കെ കുഴിച്ച് വെച്ചിട്ടുണ്ട്. ഉണ്ടല്ലേ, നല്ല മണ്ണ് നല്ല പൊടിഞ്ഞിട്ട് നമ്മൾ നനയ്ക്കുന്നതുകൊണ്ട് മണ്ണൊക്കെ നല്ല പൊടിഞ്ഞ് സെറ്റായിട്ടുണ്ട്. ഇതിനടുത്ത് കുഴികളൊക്കെ കണ്ടില്ലേ, അടുപ്പിച്ച് കുഴികൾ, 1.5 അടി ഗ്യാപ്പ് വെച്ചിട്ടുള്ള കുറച്ച് വലിയ കുഴികൾ എടുത്തത്. തൈകൾ കുറച്ച് വലുപ്പമുള്ളതുകൊണ്ട് കേട്ടോ, കുറച്ച് ആഴമുണ്ട്. അങ്ങനെ അടുപ്പിച്ചെടുത്ത് പോയിട്ടുണ്ട്. നമുക്ക് ഇതിൽ വളങ്ങളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വേണം നമുക്ക് നട്ടു കൊടുക്കാൻ. ഈ സൈഡിൽ ക്യാബേജ് ഉണ്ട് കേട്ടോ. ക്യാബേജ് വിളവെടുത്തുകൊണ്ട് നിൽക്കുകയാണ്. ക്യാബേജ് കഴിഞ്ഞിട്ടില്ല, ക്യാബേജ് ഒരു പകുതി ആയിട്ടുണ്ട്. എന്നാലും പകുതിയിൽ പതിക്കടുത്ത് ഇനിയും ക്യാബേജ് കിടക്കുകയാണ്. കോളിഫ്ലവർ മുഴുവൻ കഴിഞ്ഞു. ഇനി ആ ഭാഗത്തേക്ക് നമ്മൾ ചീര നിർത്തിയാണ്. ചീരയൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞ് ഒഴിവാക്കിയിട്ട് പശുക്കൾക്ക് എന്തായാലും നല്ല തീറ്റ ഉണ്ട്. ആ സൈഡൊക്കെ കാണുന്നൊക്കെ ചീര ഇനി നേരെ വെട്ടി പശുക്കൾക്ക് കൊടുത്തിട്ട് അവിടെ നമ്മൾ പുതിയ ബെഡ് എടുത്ത് ഒന്നില്ലെങ്കിൽ ചീര നടും, അല്ലെങ്കിൽ ആ പച്ചമുളക്, അങ്ങനെ ഏതെങ്കിലും പച്ചക്കറികൾ ആ സൈഡിലൊക്കെ നട്ടു കൊടുക്കണം. ഇവിടെ വേഗം റെഡിയാക്കിയതാണ്. ഇതിൻ്റെ കൂടെ നട്ട തൈകൾ നമ്മൾ കുറേ ചട്ടിയിലൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ചൈനീസ് കാബേജ് അതൊക്കെ ആവുന്നേ ഉള്ളൂ. നമ്മളിപ്പോൾ വിളവെടുത്ത ചൈനീസ് കാബേജിൻ്റെ കൂടെയുള്ള തൈകളല്ല കേട്ടോ, അത് നമ്മൾ മുന്നേ നട്ടതാണ്. അത് കഴിഞ്ഞിട്ട് നടാൻ കൊടുക്കുന്നതിൽ വെച്ച തൈകളാണ്. പക്ഷേ നല്ല വലുപ്പമായിട്ട് ട്രയൽ കിടന്നിട്ട് ഇതാ വേരൊക്കെ അടിഭാഗത്തേക്ക് പോയിട്ടുണ്ട്. എന്നാലും മണ്ണിൽ നട്ടാൽ ചിലപ്പോൾ സെറ്റായി കിട്ടും. പക്ഷേ നമുക്ക് ഒരു മാസം കൊണ്ടൊക്കെ ചൈനീസ് കാബേജ് വിളവെടുത്ത് ചരിത്രമൊക്കെ ഉണ്ടാക്കിയില്ല നമ്മൾ. കാലാവസ്ഥ വന്നതുകൊണ്ടാണ്. ഇപ്പോൾ മകരം കഴിഞ്ഞിട്ടില്ല, മകരം ലാസ്റ്റ് ആയില്ലേ, അപ്പോൾ ആ തണുപ്പ് ഇപ്പോൾ ഉള്ളതുകൊണ്ടാണ് വീണ്ടും ഇതിലേക്ക് ഇറങ്ങിയത്. ഞാൻ പോയിട്ട് വളം എടുത്തിട്ട് വരാം. ഷോൾഡറൊക്കെ നല്ല വേദന ഉണ്ട്. നമ്മൾ ഇന്നലെ കുറേ ദിവസത്തിന് ശേഷം ഇന്നലെയാണ് പുല്ലുവെട്ട് തുടങ്ങിയത് വീണ്ടും. അപ്പം പുല്ലൊക്കെ അത്യാവശ്യം ഹൈറ്റ് ആയിട്ട് നമ്മൾ പുല്ലൊക്കെ കാണിച്ച് ചെറിയൊരു ഷോർട്സ് പുല്ലിൻ്റെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മൾ പുല്ല് കൊടുന്നതിലൊക്കെ. ഇന്നലെ ഇതിന് ഞാൻ പോയിട്ട് നമ്മൾ ഇതുവരെ വൈക്കോല കൊടുത്ത്, ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് പുല്ലും കൊണ്ട് ഏറ്റിയിട്ട്, പിന്നെ നല്ല വെയിറ്റും ഉണ്ട് പുല്ലിട്ട് നമ്മളെ അത്യാവശ്യം നല്ല. അപ്പോൾ നമ്മൾ പുല്ലിൻ്റെ വീഡിയോ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അടുത്ത വീട്ടിൽ എന്തായാലും അതിൻ്റെ വീഡിയോ ഒക്കെ ഇടും. ഏറ്റിയിട്ട് ഈ സൈഡ് നല്ല വേദന. ഇനി രാവിലെയൊക്കെ ഇവിടെ തൊടാൻ വയ്യ. വളങ്ങൾ ഇതാ നല്ല ആട്ടിൻകാഷ്ടം നമ്മൾ കൊണ്ടുവച്ചിട്ടുണ്ട്. ഒരു പരീക്ഷണം കൂടെ കേട്ടോ എന്നിട്ട് നടല്, എന്താവുന്നൊന്നും അറിയില്ല. തണുപ്പ് കിട്ടിക്കഴിഞ്ഞാൽ സെറ്റായി കിട്ടും. നമ്മൾ ക്യാബേജ് മാത്രമാണ് ഇനി അങ്ങോട്ട് നട്ടു കൊടുക്കാറില്ല. അത് ഓൾ സീസൺ ക്യാബേജും നമ്മൾ തണുപ്പിന് മാത്രമല്ല എല്ലാ സമയത്തും ചെയ്യുന്ന ഓൾ സീസൺ ക്യാബേജിൻ്റെ തൈകൾ ഇനി കൊണ്ടുവരും. അത് നമ്മൾ ഈ ക്യാബേജ് കഴിഞ്ഞ ഉടനെ തന്നെ ഈ സ്ഥലത്ത് വീണ്ടും ക്യാബേജ് ഇട്ട് കൊടുക്കും. എന്നിട്ട് നമുക്ക് വിഷുവിൻ്റെ സമയത്തൊക്കെ വിളവെടുക്കാം. ഇനി ഓരോ കുഴികളിൽ നമുക്ക് വളം പോയിട്ടിടാം. സംഭവം മഞ്ഞുണ്ടായിന്, മഞ്ഞ് പോയപാടെ തന്നെ വെയിൽ വന്നിട്ടുണ്ട്. ഇപ്പം നട്ട് കഴിഞ്ഞാൽ വേഗം നമുക്ക് പിന്നെ വെയിൽ വൈകുന്നേരമേ പോവുള്ളൂ. പിന്നെ അടുത്ത പണികളൊക്കെ ആയിട്ട് നമുക്ക് ഒഴിവുണ്ടാവില്ല. സ്പ്രിംഗ്ലർ ഓൺ ചെയ്ത് കൊടുക്കുക നട്ട് കഴിഞ്ഞാൽ വേഗം. ഓരോ പിടി വെച്ച് നമ്മൾ വളമിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ വളം ഇട്ട് കഴിഞ്ഞു കേട്ടോ. ഇതാ ഇവിടെ ഒരു ബെഡ് എടുത്താണ്ടോ, ഒന്ന് കൊത്തിപ്പൊടിച്ചിട്ടാണ്. ഇതിൽ നല്ല ആട്ടിൻകാഷ്ടം കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്യണം. നമ്മൾ കൊടുന്ന വളം ബാക്കിയുണ്ട്, അതിലുകൊണ്ട് ഇടാം. ഇത് ചീര പാവാനായിട്ട് നമ്മൾ സെറ്റാക്കി എടുത്താണ്. ഇതിൽ മൊത്തം ചീര പാവിയിട്ട് ഇതുപോലത്തെ കുഴികൾ എടുത്തിട്ടാണ് ഇനി നമ്മൾ ചീര നട്ട് കൊടുക്കുക. അപ്പോൾ ബാക്കിയുള്ള ചീരകളൊക്കെ കളഞ്ഞിട്ട് ഈ കാണുന്ന ചീരകളൊക്കെ മൂപ്പായി കഴിഞ്ഞില്ലേ, ഇഷ്ടംപോലെ പൂക്കളുണ്ട്. കുറേയൊക്കെ ഇവിടെ കൊഴിയും കേട്ടോ. നല്ല മൂത്തിൻ്റെ വിത്തൊക്കെ ഇവിടെ കൊഴിഞ്ഞിട്ട് ഇവിടുന്ന് പടുമുള ഇഷ്ടംപോലെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടിയുടെ ചീര നട്ട് കൊടുക്കലാണ്. കോളിഫ്ലവർ നോക്കി നമ്മൾ ഒഴിവാക്കി നിർത്തി കുറേ കോളിഫ്ലവർ ഉണ്ടായിരുന്നതാണ്. ഇതൊക്കെ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് എടുക്കുക, കൊടുക്കാനൊന്നുമല്ല. ചെറിയ കോളിഫ്ലവർ കുറച്ചങ്ങനെ പറിക്കാൻ കേട്ടോ കുഞ്ഞോളതിൻ്റെ ഇടയ്ക്ക്. അതിൻ്റെ ഇടയ്ക്കൊക്കെ ഇവിടെയൊക്കെ കണ്ടോ കോളിഫ്ലവർ നിൽക്കുന്നത്. ഇത് കുറേ കേടായി പോയിട്ടുണ്ട്, നല്ലതൊക്കെ അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട്, എല്ലാ ഭാഗത്തും ഉണ്ട്. എന്തായാലും നമുക്ക് ഒരു കറിക്കും ഇടയ്ക്ക് പൊരിക്കാനൊക്കെ ആയിട്ട് കോളിഫ്ലവർ കിട്ടും. പിന്നെ നമുക്ക് നട്ട് കൊടുക്കല്ലേ, ആ സൈഡ് നട്ട് വരാം അല്ലേ. ഇനി ഇങ്ങോട്ട് ചീര ആക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇത് മുഴുവനായിട്ട് നടാനുള്ള തൈകളൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു ട്രേ തൈ ഉണ്ട്, അതുകൊണ്ട് നട്ട് കൊടുക്കുക. ഇനി അങ്ങോട്ട് രാവിലെ കുറച്ച് എന്താ പറയുക, നന്ന രാവിലെ എന്തെങ്കിലും പണിയെടുക്കുക,
ഉച്ച സമയം ആയി കഴിഞ്ഞാൽ കുറച്ചൊരു 10 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പണികളൊന്നും നടക്കില്ല. ഇനി ഇനി വേനൽ തുടങ്ങല്ലേ, പിന്നെ നോമ്പും രണ്ടും വരികയാണ്. നോമ്പിനൊന്നും പറയേണ്ടി വരില്ല, നമ്മളെ പണികളൊക്കെ ഒന്നുകൂടെ ഒന്ന് ഷെഡ്യൂൾ ചെയ്യേണ്ടി വരും. കഴിയൂല നമുക്ക് എല്ലാം. ഒന്ന് നോമ്പിൻ്റെ ക്ഷീണവും പിന്നെ വെയിലും. വൈകുന്നേരം എന്ന് പറഞ്ഞാൽ കുറച്ച് ഇരുടാവാൻ നേരത്തെ വെയിൽ പോകുന്നത്, അപ്പം അതുവരെ നമ്മൾ പണി നടക്കില്ല. പിന്നെ നനയ്ക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഇതായി പോകും. വേനൽ വന്നാൽ നല്ലൊരു ബുദ്ധിമുട്ടതാണ്. നന്ന രാവിലെ എണീറ്റിട്ട് കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടി വരും. കാണുന്നുണ്ടോ ഞങ്ങളെ നട്ടു കൊടുക്കാതെ തൈ എടുത്തിട്ടുണ്ട്. ഇതാണുള്ളതിൽ ചെറിയ തയ്യുണ്ട്. സെറ്റായി കിട്ടുകയൊക്കെ ചെയ്യും. എന്താ വെച്ചാൽ കഴിഞ്ഞ വർഷം നമ്മൾ ഈ സമയത്താണ് ചൈനീസ് കേബേജ് ഒക്കെ നട്ടു കൊടുത്തല്ലേ, കുറച്ച് വൈകി പോയിരുന്നു അല്ലേ. പക്ഷേ പിന്നെ തണുപ്പും കറക്റ്റ് കിട്ടി. നമ്മൾ നട്ടത് നേരത്തെ ആയതുകൊണ്ടാണ് ക്യാബേജും ബ്രൊക്കോളിയും കോളിഫ്ലവറും ഒക്കെ നല്ല സെറ്റായിട്ട് കിട്ടിയത്. ഉണ്ട് കുറച്ച് നനവുണ്ട്. ഇന്നലെ അതിൻ്റെ ഉള്ളിൽ നനച്ചിട്ടുണ്ടാവും. ചില ഇലകളൊക്കെ ഇങ്ങനെ ഉണങ്ങിയൊക്കെ ഉണ്ട്. അത് മണ്ണിൽ എത്തിക്കഴിഞ്ഞാൽ ഇതൊക്കെ സെറ്റായി കിട്ടും. എന്തായാലും തവളയൊന്നും വെട്ടൂല, അത്യാവശ്യം വലിയ തൈകളായതുകൊണ്ട്. ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇത്ര വലിയ ചൈനീസ് കേബേജ് വരുന്ന. ക്യാബേജൊക്കെ നടലുണ്ട്, പക്ഷേ ക്യാബേജൊക്കെ ഇങ്ങനെ പോക്ക് തൈ നട്ട് വരുമ്പോൾ ഈ വലുപ്പം വരെയുള്ള നടലുണ്ട്. ഇതൊക്കെ നോക്കാം, അത്യാവശ്യം വലിയ തയ്യാ. കുഴി രാവിലെ നാസർക്ക എടുത്തു വെച്ചിരുന്നു. നാസർക്ക് രാവിലെ വന്നോട് പറഞ്ഞു വെയിലാന്നതിന് മുന്നേ കുഴി സെറ്റാക്കി തരാമെന്ന്. അപ്പോൾ അത് റെഡിയാക്കിയതുകൊണ്ട് ആ പണി ഒഴിവായി കിട്ടി. കുമ്മായൊന്നും പിന്നെ ഇട്ടിട്ടില്ല. ഇവിടെയൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കുമ്മായ ഇടുന്നതുകൊണ്ട് ഇപ്രാവശ്യം പ്രത്യേകം ഇടുമൊന്നും വേണ്ട. ഇല വേഗം പൊട്ടു കിട്ടോ. നമ്മൾ ഇതൊക്കെ വലുതായി കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലൂടെ നടക്കുന്ന പോലെ തന്നെയാണ് ഇത്ര വലിയ തൈ നടുമ്പോഴും ഉള്ള പ്രശ്നം. ഇല പൊട്ടിപ്പോവും, കൂടിയ പോലെ ഉണ്ട്. ഇത് ചിലപ്പോൾ 2 ആഴ്ച കൊണ്ട് ഇനി തണുപ്പ് പറ്റിയാൽ ചിലപ്പോൾ ആയി കിട്ടും കേട്ടോ. മറ്റേത് 1 മാസം കൊണ്ട് ആയി കിട്ടിയ ചെറിയ തയ്യേനു. ഇപ്പോൾ തൈ വലുപ്പമുള്ളതുകൊണ്ട് നല്ല റിസ്ക് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഇല കൂട്ടി പിടിക്കാൻ വയ്യ, വേഗം പൊട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് നോക്കാലോ ഇത്ര വലിയ തൈ നട്ടാലൊക്കെ ഉണ്ടായി കിട്ടുമെന്നും. ഇതൊക്കെ വലിയ തൈ. ക്യാബേജ് പോലെയല്ല, വാട്ടർ രോഗമൊക്കെ കുറവാണ് ചൈനീസ് ക്യാബേജിന് കേട്ടോ. കുറേ നേരം ഞാൻ ചൈനീസ് ക്യാബേജ് പറയുന്നത് എനിക്ക് കുറച്ച് കസ് എന്ന് പറയാം അല്ലേ. കമൻറ്റ് വരില്ല ഇതിന് കസ് എന്നാണ് പറയല്, ചൈനീസ് ക്യാബേജ് ഇതല്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ നമ്മൾ തൈ വാങ്ങിക്കുന്ന അവിടെയൊക്കെ പറയുന്നത് ഇതിന് ചൈനീസ് ക്യാബേജ് എന്നാണ്. പിന്നെ കുറേ ആളുകൾ പറയില്ല, ഗൾഫിൽ നിന്ന് വന്നൊരു പേരാണ് നമുക്കിവിടെ കസ്. അപ്പം ഗൾഫിൽ നിന്ന് വന്നവർക്ക് ഇത് കൂടുതൽ കഴിക്കുന്നതുകൊണ്ട് ഒരു കസ് എന്നും പറയും. ഞങ്ങൾ 2 പേരും പറയും. ഇത് വിൽക്കുമ്പോൾ നല്ല വിറ്റാ. ഞാൻ ഗൾഫിൽ നിന്ന് വന്നവരോടൊക്കെ കസ് കൊടുക്കാണ്ട് എന്ന് പറയും, അല്ലാത്തവരോട് ചൈനീസ് ക്യാബേജ് എന്ന് പറയും. എന്തായാലും നമ്മളെല്ലാം തീർന്നു കേട്ടോ. കുറച്ച് നമ്മളെ മുകളിലൂടെ നനച്ചു കൊടുത്തപ്പം ആ ചീച്ചിൽ വന്നതുകൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോഴും വിളവെടുക്കാനുണ്ടാവും. പിന്നെ ലാസ്റ്റ് വെച്ചിട്ട് കൂടി വന്നതുകൊണ്ട് വേഗം കൊടുത്തു. അപ്പം നമ്മൾ ഏട്ടനൊക്കെ വാങ്ങിച്ചിരുന്നു, മോങ്കാക്കാനെ മുന്നേ വീഡിയോയിൽ കാണിച്ചല്ലേ, അവർ ഷവർമ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ ഓർഡർ വന്നതായിരുന്നു. അപ്പം മിഞ്ഞാന്ന് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞ സാധനം കഴിഞ്ഞു എന്ന്. അപ്പോൾ അവർ പറയും അതാണ് പ്രശ്നം, നിങ്ങൾക്ക് കുറച്ച് സമയം തരാൻ പറ്റുള്ളൂ, ഞങ്ങൾ ഊട്ടിയിൽ നിന്ന് നമുക്ക് ഫുൾ ടൈം കിട്ടും, ആ ക്ലൈമറ്റ് ഇപ്പം നമുക്ക് കിട്ടൂലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു എങ്ങനെയായാലും 1 മാസം കൂടെ തരാൻ പറ്റുമോ നോക്കാം, ഞാൻ ഒന്നുകൂടെ നടുന്നുണ്ടെന്ന് പറഞ്ഞു. ഇല്ല തയ്യ എന്തായാലും കള കയറുമ്പോഴത്തേന് തൈ പൊന്തിക്കോളും. നമ്മൾ നനച്ച് കഴിഞ്ഞാൽ വേഗം ഇനി കള വരും. അപ്പോൾ നല്ല വൃത്തിയാണത്, ഒക്കെ ചെത്തി വൃത്തിയാക്കിയിട്ടാണ് നമ്മൾ ഏരി എടുത്ത്, ഏരി ആദ്യം കൊത്തി എന്നിട്ട് അതിൽ ഇഞ്ചി കൈക്കോട്ടായിട്ട് നമ്മൾ ചെറിയ കുഴി എടുത്തതാണ്. എന്തായാലും നമ്മളൊരു കമൻറ്റ് പ്രതീക്ഷിക്കുന്നത് ഇത്ര വലിയ തൈ നട്ടിട്ട് നടാൻ പറ്റുമോ എന്നൊക്കെ. അപ്പം ഞാനും അതാ പറയുന്നത്, നമ്മളെന്തായാലും പരീക്ഷിച്ച് നോക്കുകയാണ്. ഇല പൊട്ടിപ്പോയി, ഇങ്ങനെ പൊട്ടിയാൽ എന്തായാലും മുറിച്ച് കളയാം. നിർത്തിയിട്ട് കാര്യമില്ല, വേഗം വാടിപ്പോ. ശരിക്കും ഈ ഒരു വലിപ്പമാകുക നമ്മൾ നട്ട് 2 ആഴ്ച കഴിയുമ്പോഴാണ്. അപ്പോഴാണ് നമ്മൾ ഫസ്റ്റ് അരിക്ക് വെച്ച് കൊടുക്കുക. ഇതിനെപ്പോൾ നമുക്ക് വേര് പിടിച്ച ഉടനെ തന്നെ 2 ദിവസം കഴിഞ്ഞാൽ വേഗം അരിക്ക് വെക്കണം. പിന്നെ ഇല പൊന്തി കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് സൈഡിൽ നിന്ന് ഇങ്ങനെ മണ്ണ് വലിച്ചു കൊടുക്കാൻ പറ്റില്ല. ഒക്കെ നട്ട് കഴിഞ്ഞ് നമുക്ക് 3 ഏരി ഉണ്ട്. 3 ഏരി കറക്റ്റിന് കിട്ടിയില്ലേ.
ഒരു സൈഡിൽ തന്നെ നട്ട് 3 ഏരിയ ആയിട്ടുണ്ട്. കുഴികൾ ഇനിയും ബാക്കി അപ്പുറത്തൊക്കെ അല്ലേ. ഇവിടെ നമുക്ക് വേഗം ചീരേൻ്റെ തൈ ഇട്ട് കൊടുക്കാം. ഇപ്പം വെയിൽ കൂടി വരുന്നുണ്ട്, അപ്പം വാടി പോവാതെക്കാൻ വേണ്ടിയിട്ട് ഒന്ന് നനച്ചു കൊടുക്കണം. ഞാൻ പോയിട്ട് എന്ത് ചെയ്യാം, ഒന്ന് മോട്ടർ ഓൺ ചെയ്യട്ടെ. കുറച്ച് സമയം നമുക്ക് സ്പ്രിംഗ്ലർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ തണുപ്പ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ചെടികളൊന്നും ആവില്ല. ഇതൊന്ന് വേര് പിടിക്കുന്നവരെ ചിലപ്പോൾ ഇങ്ങനെ വാടിക്കൊണ്ടിരിക്കും. 2 നേരം നനച്ചു കൊടുക്കണം. ഇന്ന് നമുക്ക് ഫസ്റ്റ് നനപ്പാണ് നനച്ചു കൊടുക്കാം. മോട്ടർ ഓൺ ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മൾ സ്പ്രിംഗ്ലർ ഓൺ ചെയ്തിട്ടുണ്ട്. കണ്ടില്ല, ചെറിയ തുള്ളികളായിട്ട് ഇങ്ങനെ കുറച്ചു നേരം നനഞ്ഞു കഴിഞ്ഞാൽ ഈ മണ്ണൊന്ന് നനഞ്ഞാൽ സെറ്റാവും, അല്ലെങ്കിൽ ചെടികൾ വേഗം വാടിപ്പോവും. നമ്മളെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. എന്തായാലും കുറച്ച് സമയം ഇതൊക്കെ നിന്ന് നനയട്ടെ.